ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മധുരം കഴിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാലോ ഒരു ഹാപ്പിനെസ് ഉണ്ടായാൽ എല്ലാവരും കഴിക്കാൻ പ്രിഫർ ചെയ്യുന്ന സ്വീറ്റ്സ് ആയിരിക്കും അല്ലേ? അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് ഗുലാബ് ജാം. അപ്പം ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. ഞാനിന്ന് ഗുലാബ് ജാം ഉണ്ടാക്കാൻ പോകുന്നത് കെറ്റിലാണ്. അങ്ങനെ നമ്മൾ കെറ്റിൽ എങ്ങനെയാണ് ഗുലാബ് ജാം ഉണ്ടാക്കുന്നത് നോക്കാവേ. ആദ്യം നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ അതൊരു ബൗളിലോട്ടാക്കണം. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ പാലില്ലാത്തതുകൊണ്ട് നമ്മൾ മിൽക്ക് പൗഡർ അടിച്ചിട്ടാണ് മിൽക്ക് ഉണ്ടാക്കിയത്. എന്നിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുഞ്ഞ് ബോൾസ് ആക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കെറ്റിലെടുക്കണം. കെറ്റിലെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് നമ്മുടെ കുഞ്ഞ് ബോൾസ് അതിൻ്റെ അകത്ത് ഇട്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമ്മളതെടുക്കണം. അതെടുത്തിട്ട് ഒരു ബൗളിലോട്ടാക്കി നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് കഴിഞ്ഞ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യമേ കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് കുറച്ച് ഷുഗർ ഇട്ടിട്ട് നമ്മളതൊന്ന് ബോയിൽ ആവുന്നിടം വരെ നോക്കണം. ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ അതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളതെടുത്തൊരു ബൗളിലോട്ടാക്കണം. പിന്നെ എന്താണ്, നമ്മുടെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ കുഞ്ഞ് ബോൾസ് എടുത്ത് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാം, നമ്മുടെ കെറ്റിൽ സിമ്പിൾ ഗുലാബ് ജാം നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നു. അത് നമ്മൾ എൻ്റെ റൂംമേറ്റിന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അവൾ എന്നിട്ട് ചിരിക്കണമുണ്ട്. പക്ഷേ ഈ ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് കൊണ്ട് ചിരിക്കണമല്ല, അവൾ ക്യാമറ വന്നതിൻ്റെ ഒരു ഇത് ചിരിക്കുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.